ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ സ്ട്രക്ചറിൽ തന്നെ മറ്റൊരു കോൺസെപ്റ്റ് ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ ഏതൊക്കെയാണ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അവിടെ ഈ ടേം നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ വാട്ട് ഇസ് മീൻ ബൈ ദാറ്റ്? ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ നമുക്ക് അറിയാവുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് അറേ എന്ന് പറയുന്നത്, അല്ലേ? ഇതിന് മുൻപത്തെ വീഡിയോസിലെല്ലാം തന്നെ അറേ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചും എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അറേ ഈസ് എ സ്റ്റേറ്റിക് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറും അതിന് എക്സാമ്പിളാണ് നമുക്കറിയാവുന്ന array. Then the second one is dynamic data structure. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരു അറേ നമുക്കറിയാം. ഏറ്റവും ആദ്യം അറേനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് സപ്പോസ് ഇൻറ്റർ എ ഓഫ് 5 എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു ഡിക്ലറേഷൻ തന്നെ നമുക്ക് മനസ്സിലാവും എ എന്ന് പറയുന്നത് അറേയുടെ പേരാണ്. അതിൽ 5 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. 1 2 3 4 5, അല്ലേ? അതിൽ ഓരോ എലമെൻറ്റും ഇൻറ്റീജർ ടൈപ്പിലുള്ള എലമെൻ്റ് ആയിരിക്കും. ഇൻറ്റീജർ ടൈപ്പിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ 2 ബൈറ്റ് വീതമായിരിക്കും ഓരോ എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എടുക്കുക. അപ്പോൾ ടോട്ടലായിട്ട് ഈ എ എന്ന് പറയുന്ന അറേയുടെ സൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 × 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 10, അല്ലേ? 10 ബൈറ്റാണ് ഈ ഒരു അറേയ്ക്ക് വേണ്ടിയിട്ട് മെമ്മറിയിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇത് ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു, അല്ലേ? ഇനി നമുക്കൊരിക്കലും ഈ അറേയുടെ സൈസ് കൂട്ടാൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഈ എലമെൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റിനും നമ്മൾ ഓരോ ഇൻഡെക്സ് പൊസിഷൻ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. എ ഓഫ് 0 ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. എ ഓഫ് 0 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിനെയും എ ഓഫ് 1 ആണെങ്കിലോ സെക്കൻഡ് എലമെൻറ്റിനെയും ഇങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്ത് പോകുന്നത്. നമുക്കിതിൽ ഏത് എലമെൻറ്റ് വേണമെങ്കിലും, നമുക്ക് ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ ഇൻറ്റീജർ ടൈപ്പിലുള്ള ഏത് എലമെൻറ്റ് വേണമെങ്കിലും, സപ്പോസ് 5 6 8 10 1 ഏത് എലമെൻറ്റിന് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ, വൺസ് ദ മെമ്മറി ഈസ് അലൊക്കേറ്റഡ് ഇറ്റ് കനോട്ട് ബി എക്സ്റ്റെൻഡഡ് എനി മോർ. നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പോൾ അറേ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറാണ്. നേരെ മറിച്ച് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ കേസിൽ ദ എമൗണ്ട് ഓഫ് മെമ്മറി റിക്വയർഡ് ക്യാൻ ബി വാരീഡ് ഡ്യൂറിങ് ഇറ്റ്സ് യൂസ്. അതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈനാമിക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ യൂസ് ചെയ്തു എന്നുണ്ടെങ്കിലും അതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിലേക്ക് എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് ചേർക്കാനായിട്ട് സാധിക്കും. എലമെൻറ്റ്സിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഡൈനാമിക് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോർ കോൺസെപ്റ്റുകളാണ് ഇനി നമ്മൾ കുറച്ച് നോക്കാൻ പോകുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് ഓരോ ലിങ്ക്ഡ് ലിസ്റ്റിനെയും നമ്മൾ പറയുക. ഓക്കെ, ഒരു നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 പാർട്ടാണ് ഉണ്ടാവുക. ഒന്ന് ഡാറ്റ പാർട്ടും പിന്നൊന്ന് ഒരു പോയിന്റർ പാർട്ടും. സോ ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഒരു നോഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് നോഡുകൾ കൂടി ചേർന്നതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്. ഡാറ്റ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആക്ച്വൽ ഡേറ്റ, അത് ഇൻറ്റീജർ ടൈപ്പ് ആവാം, ഏത് ടൈപ്പും ആവാം. ഓക്കെ, അപ്പോൾ ഡാറ്റ പാർട്ടിൽ ആക്ച്വൽ ഡാറ്റയും ഈ പോയിന്റർ എന്ന് പറയുന്ന പാർട്ടിൽ, പോയിന്റർ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് പോയിന്റർ? ഇറ്റ് ഈസ് എ വേരിയബിൾ വിച്ച് പോയിന്റ്സ് ടു അല്ലെങ്കിൽ വിച്ച് സ്റ്റോഴ്സ് എ മെമ്മറി അഡ്രസ്, അല്ലേ? അതാണ് പോയിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റർ എന്ന് പറയുന്ന സെക്ഷനിൽ ഈ നോഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത നോഡ് ഏതാണോ ആ നോഡിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ബൈ യൂസിങ് ദിസ് കോൺസെപ്റ്റ് ഓഫ് പോയിന്റേഴ്സ് വി ക്യാൻ സേ ദാറ്റ് ദിസ് നോഡ് പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ്. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഹോമോജീനിയസ് ഡേറ്റ എലമെൻറ്റ്സ് കോൾഡ് നോഡ്സ്. ഹോമോജീനിയസ് ഡേറ്റ എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ തന്നെയാണ്. അതായത് ഇൻറ്റീജർ ടൈപ്പിലുള്ള ഡാറ്റാസാണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ എല്ലാ ഡാറ്റാസും ഇൻറ്റീജർ ടൈപ്പിലുള്ളതായിരിക്കണം. അതാണ് ഹോമോജീനിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പല ടൈപ്പിലുള്ള ഡാറ്റാസിനെ നമുക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഹോമോജീനിയസ് ഡേറ്റ എലമെന്റ്സ് കോൾഡ് നോഡ്സ് where the linear order is maintained by means of links or pointers. ഇതിൻ്റെ ലീനിയർ ഓർഡർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പോയിന്റേഴ്സ് അല്ലെങ്കിൽ ലിങ്ക്സ് വെച്ചിട്ടാണ്. ഈ പോയിന്റർ എങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക? ഈ നോഡ് കഴിഞ്ഞാൽ, സപ്പോസ് ഈ നോഡ് N1 ആണെന്ന് വിചാരിക്കുക. ഈ നോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ there may be another node called N2. ഈ N2ൻ്റെ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ N2യിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ് ഈ N1 എന്ന് പറയുന്ന നോഡിൻ്റെ പോയിന്റർ സെക്ഷൻ. ഇനി N2ന് ശേഷം മറ്റൊരു നോഡ് എന്ന് വിചാരിക്കുക, സപ്പോസ് ഇറ്റ് ഈസ് N3. അപ്പോൾ N2ലും ഇതുപോലെ തന്നെ ഒരു ഡാറ്റ പാർട്ടും ഉണ്ടായിരിക്കും, ഒരു പോയിന്റർ പാർട്ടും ഉണ്ടായിരിക്കും. N3ലും ഡാറ്റ പാർട്ടും പോയിന്റർ പാർട്ടും ഉണ്ട്. ഈ N2ൻ്റെ പോയിന്റർ പാർട്ട് എങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്യുക? N3. ഇത്തരത്തിൽ ഇങ്ങനെ ഒരുപാട് നോഡുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇപ്പോൾ വരച്ചിരിക്കുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ പ്രധാനമായിട്ട് 4 ടൈപ്പിലുള്ള ലിങ്ക്ഡ് ലിസ്റ്റാണുള്ളത്. സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സർക്കുലർ ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ആൻഡ് ഓൾസോ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഓപ്പറേഷൻസ് ദാറ്റ് വി ക്യാൻ പെർഫോം ഓൺ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. അതിനുശേഷം സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻസ്, അങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് പോകുന്നത്. സോ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് നോഡ്സ് അല്ലേ. നോഡുകളെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് ലിങ്കുകൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പോയിന്റേഴ്സ് വെച്ചിട്ടാണ്. ഒരു നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് 2 സെക്ഷൻസ്, ഒന്ന് ഡാറ്റ പാർട്ടും പിന്നൊന്ന് പോയിന്റർ പാർട്ടും. പോയിന്റർ പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ഈ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ഫസ്റ്റ് നോഡിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഹെഡർ. ഓക്കെ, അതായത് ഫസ്റ്റ് നോഡിനെ പറയുന്ന പേരാണ് ഹെഡർ. ഈ ഹെഡർ പാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹെഡർ എന്ന് പറയുന്ന നോഡിൽ എന്തുണ്ടാവില്ല, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഡാറ്റ പാർട്ട്. ഇതിൽ ഒരു ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നോഡാണ് ഹെഡർ, അതിൽ ഡാറ്റ പാർട്ട് ഉണ്ടാവില്ല. അതിലൊരു പോയിന്റർ പാർട്ട് ഉണ്ടായിരിക്കും. പോയിന്റർ പാർട്ട് എങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക? നെക്സ്റ്റ് നോഡിലേക്ക് അല്ലെ. ഹെഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏത് നോഡാണോ വരുന്നത് ആ നോഡിലേക്കായിരിക്കും ഈ ഹെഡറിന്റെ പോയിന്റർ പാർട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. സപ്പോസ് N1 എന്ന് പറയുന്ന നോഡിന്റെ അഡ്രസ്സ് 1000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ പോയിന്റർ പാർട്ടിൽ വരിക? 1000. ക്ലിയർ ആയോ? അതായത് ഹെഡറിന്റെ പോയിന്റർ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിലാണ് നമ്മൾ നെക്സ്റ്റ് ആക്സസ് ചെയ്യേണ്ട എലമെന്റ് കിടക്കുന്നത്. ഇനി ഈ 1000 എന്ന് പറയുന്ന നോഡിലേക്ക് നമ്മൾ എത്തി. ഈ 1000 എന്ന് പറയുന്ന നോഡിന്റെ എന്തായിരിക്കും പോയിന്റർ പാർട്ടില് നെക്സ്റ്റ് നോഡിന്റെ, അതായത് N1ന് ശേഷം N2 ആണ് വരുന്നത്. N2ന്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. സപ്പോസ് അത് കിടക്കുന്നത് 2000 എന്ന് പറയുന്ന അഡ്രസ്സിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2000 ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു കോൺസെപ്റ്റ്. ഇനി N2 എന്ന് പറയുന്ന നോഡിൽ N3യുടെ അല്ലെങ്കിൽ N2 N3യിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. N3യുടെ അഡ്രസ്സ് കിടക്കുന്നത് 5001 വിചാരിക്കുക. എവിടെ വേണമെങ്കിലും ആവാം അല്ലെ. കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അറേയുടെ കേസിൽ അങ്ങനെ ആയിരുന്നു അല്ലെ. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല. ദ നോഡ്സ് ക്യാൻ ബി എനിവർ. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 5001 എന്ന് പറയുന്ന അഡ്രസ്സ് വരും. സപ്പോസ് ഈ നോഡ് N4 എന്ന് പറയുന്ന നോഡ് ഇരിക്കുന്നത് 6000 വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6000 എന്ന് പറയുന്ന അഡ്രസ്സ് ആയിരിക്കും വരിക. ഇനി N4 പോയിന്റ് ചെയ്തിരിക്കുന്ന N5ലേക്കാണ്. N5ന്റെ അഡ്രസ്സ് 7080 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7080 വരും. ഇത് N5 എന്ന് പറയുന്ന നോഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് നോഡ് N6ലേക്കാണ്. N6ന്റെ അഡ്രസ്സ് വരുന്നത് 8000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8000 എന്ന് പറയുന്ന അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി N6 എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ലാസ്റ്റ് നോഡാണ്. ഈ ലാസ്റ്റ് നോഡാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഡ് വേറെ ഏതെങ്കിലും നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഡാറ്റ സെക്ഷനിൽ ഒരു ആക്ച്വൽ ഡാറ്റ ഉണ്ടായിരിക്കും. ബട്ട് ദ പോയിന്റർ സെക്ഷൻ വിൽ ബി നൾ.
പോയിന്റർ സെക്ഷനിൽ നൾ വാല്യൂ ആയിരിക്കും. അതിനെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് പോയിന്റർ സെക്ഷന് വേറൊരു നോഡിലേക്കും പോയിന്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു നോഡിൽ 2 സെക്ഷൻസ് ഉണ്ടായിരിക്കും, ഡാറ്റ പാർട്ടും പോയിന്റർ പാർട്ടും. പോയിന്റർ പാർട്ട് പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ്. ഇത്രയൊക്കെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. മെമ്മറിയിൽ എങ്ങനെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 ടൈപ്പിലുള്ള റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. ഒന്ന് സ്റ്റേറ്റിക് റെപ്രസെൻറ്റേഷനും പിന്നൊന്ന് ഡൈനാമിക് റെപ്രസെൻറ്റേഷനും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ഒരു സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഞാനൊരു ലിങ്ക്ഡ് ലിസ്റ്റ് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലിങ്ക്ഡ് ലിസ്റ്റ് അതിലത്തെ ഫസ്റ്റ് നോഡ് ഹെഡറാണ്. രണ്ടാമത്തെ ആക്ച്വൽ നോഡ് 1 ഇത് നോഡ് 2, ഇത് നോഡ് 3, നോഡ് 4, നോഡ് 5. നോഡ് 5 ആണ് ലാസ്റ്റ് നോഡ്. ഈ ലാസ്റ്റ് നോഡ് പോയിന്റ്സ് ടു നൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? 2 അറേസിൽ 2 അറേസ് ആയിട്ടാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു അറേയിൽ നമ്മുടെ എല്ലാ നോഡുകളുടെയും ആക്ച്വൽ ഡാറ്റാസ് എന്തൊക്കെയാണോ, ഇപ്പോൾ ഫസ്റ്റ് നോഡിനെ സംബന്ധിച്ചിടത്തോളം N1ൻ്റെ ആക്ച്വൽ ഡാറ്റ 10 ആണ്, നെക്സ്റ്റ് നോഡിൻ്റെ 20 ആണ്, ദെൻ 30, 40, 50 അങ്ങനെ ആക്ച്വൽ ഡാറ്റകളാണ് ഒരു നോഡിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു അറേയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അറേയിൽ ഇത് രണ്ടും പാരലൽ അറേസ് ആണ്. പാരലൽ അറേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് ഒരേ ഇതിലാണ്. സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, ഫോർത്ത് എലമെൻറ്റ്. ഇതാണ് പാരലൽ അറേ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇതിലത്തെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ 2 അറേയിലേക്ക് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് നോഡ് N1 ആണെന്നുണ്ടെങ്കിൽ ഇതാണ് N1 എന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഇസ് N1. N1ലത്തെ ആക്ച്വൽ ഡാറ്റ എന്താണ്? 10 ആണ് അല്ലേ? 10 എന്ന് പറയുന്നതാണ് ആക്ച്വൽ ഡാറ്റ. 60 എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ 60യിലേക്കാണ് N1 പോയിന്റ് ചെയ്തിരിക്കുന്നത്. 60 എന്ന് പറയുന്നത് N2 എന്ന് പറയുന്ന നോഡിൻ്റെ ലൊക്കേഷനാണ്. ഇത് N3, ഇത് N4, ഇത് N5. അപ്പോൾ 60യിലേക്കാണ് N1 പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ 10 പോയിന്റ്സ് ടു 60. ഈ 60 എന്ന് പറയുന്ന ലിങ്ക് അല്ലെങ്കിൽ പോയിന്റർ ആണ് നമ്മൾ രണ്ടാമത്തെ അറേയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 60 എന്ന് പറയുന്ന അഡ്രസ്സിലായിരിക്കും നമ്മുടെ ഡാറ്റ 20 കിടക്കുന്നുണ്ടാവുക അല്ലേ? 60 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിൽ എന്താ ഉണ്ടാവുക? 20 എന്ന് പറയുന്ന ഡാറ്റ പാർട്ടാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി N2 എന്ന് പറയുന്ന നോഡാണിത്. ഈ N2 പോയിന്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? N3യിലേക്കാണ്. അപ്പോൾ N2ൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. N2ൻ്റെ ഡാറ്റ പാർട്ട് 20 ആണ്. N2 പോയിന്റ്സ് ടു 75 അല്ലേ? 75 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് N3 എന്ന് പറയുന്ന നോഡ് ഇരിക്കുന്നത്. 75 എന്ന് പറയുന്ന അഡ്രസ്സിൽ 30 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരിക്കും കേട്ടോ. 75 എന്ന് പറയുന്ന അഡ്രസ്സിൽ 30 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ദിസ് എലമെന്റ് പോയിന്റ്സ് ടു 80. N3 പോയിന്റ് ചെയ്തിരിക്കുന്നത് N4ലേക്കാണ്. N4ൻ്റെ അഡ്രസ്സാണ് 80. ഓക്കെ. ഇനി 80 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണ് 40 എന്ന് പറയുന്ന ഡാറ്റ ഉണ്ടാവുക. ആൻഡ് ഓൾസോ ഇറ്റ് പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ് 90. N4 പോയിന്റ്സ് ടു N5. N5ൻ്റെ മെമ്മറി അഡ്രസ് ആണ് 90 കണ്ടോ. 40 പോയിന്റ്സ് ടു 90. 90 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡാറ്റ കാണാൻ പറ്റും? 50 എന്ന് പറയുന്ന ഡാറ്റ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് പോയിന്റ്സ് ടു നൾ. ഇവിടെ വെച്ച് ലിങ്ക്ഡ് ലിസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ 2 അറേസ്, പാരലൽ അറേസ് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. In this type of representation, 2 arrays are maintained, one for the data and other for the link. Here the 2 parallel arrays of equal size should be sufficient to store the entire linked list. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു റെപ്രസെൻറ്റേഷൻ കൂടിയുണ്ട്, ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ എന്താണെന്നാണ്. അപ്പോൾ ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു മെമ്മറി ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെമ്മറി ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ കളക്ഷൻ ഓഫ് ഫ്രീ മെമ്മറി സ്പേസ്. അതായത് എവിടെയൊക്കെയാണോ മെമ്മറി സ്പേസുകൾ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. നമുക്ക് അറേയും ലിങ്ക്ഡ് ലിസ്റ്റുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് നമ്മൾ എന്താ പറഞ്ഞത്? അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ എല്ലാ എലമെൻസും കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് അല്ലേ? ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ഓരോ നോഡും പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും സ്കേറ്റർ ചെയ്തിട്ടുണ്ടാവുക. ഈ നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ലിങ്കുകൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പോയിന്റേഴ്സ് വെച്ചിട്ടാണ്.
സോ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നോഡുകൾ മെമ്മറിയിൽ പല സ്ഥലങ്ങളിലായിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കാം. ഈ മെമ്മറിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഫ്രീ സ്പേസുകൾ ഉണ്ടായിരിക്കാം. ഈ ഫ്രീ സ്പേസുകൾ എല്ലാം കൂടി ചേരുന്നതാണ് ഒരു മെമ്മറി ബാങ്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മളൊരു പൂൾ ഓഫ് ഫ്രീ സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിൽ ഈ മെമ്മറി ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു മെമ്മറി മാനേജറാണ്. ഓക്കെ, സോ ഡൈനാമിക് റെപ്രസെൻറ്റേഷനിൽ 3 ടേംസ് ആണ് നമ്മൾ കോയിൻ ഔട്ട് ചെയ്യുന്നത്. ഒന്ന് മെമ്മറി ബാങ്ക്, വിച്ച് ഇസ് നത്തിങ് ബട്ട് എ കളക്ഷൻ ഓഫ് ഫ്രീ മെമ്മറി സ്പേസ്, ആൻഡ് വി ഹാവ് എ പ്രോഗ്രാം നോൺ ആസ് മെമ്മറി മാനേജർ, ആൻഡ് വി ഹാവ് അനദർ പ്രോഗ്രാം കോൾഡ് ഗാർബേജ് കളക്ടർ. ഈ മെമ്മറി മാനേജർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഒരു നോഡ്, ഒരു പുതിയൊരു ഡാറ്റ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം അല്ലേ. ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതിയൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഫസ്റ്റ് സെർച്ച് ഫോർ എ നോഡ്. ഒരു നോഡ് എനിക്ക് വേണം. ഈ നോഡ് നമ്മൾ എവിടെ സെർച്ച് ചെയ്യുക? അതായത് എനിക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡാറ്റയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോഡ് അല്ലെങ്കിൽ ഒരു സ്പേസ് മെമ്മറിയിൽ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. അങ്ങനെ മെമ്മറിയിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്പേസിലേക്ക് എനിക്ക് എൻ്റെ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഡേറ്റ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് പലതാവാം. ചില ഡാറ്റകൾ 2 ബൈറ്റ് ഉള്ളതാവാം, ചിലത് 4 ബൈറ്റ് ഉള്ളതാവാം, 8 ബൈറ്റ് ഉള്ളതായിരിക്കാം. ഇറ്റ് മേ വേരി അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയുടെ സൈസിന് അല്ലെങ്കിൽ ഡാറ്റയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെമ്മറി ബ്ലോക്ക് ഈ മെമ്മറി ബാങ്കിൽ ഉണ്ടോ എന്ന് മെമ്മറി മാനേജറാണ് സെർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് തരുന്നത്. ഇപ്പോൾ എനിക്ക് പറ്റുന്ന ഡാറ്റ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡാറ്റയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് മെമ്മറിയിലുണ്ട് എന്നുണ്ടെങ്കിൽ മെമ്മറി മാനേജർ എന്ത് ചെയ്യുന്നു? ആ സ്പേസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എനിക്ക് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്പേസിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ആയിരിക്കും എനിക്ക് റിട്ടേൺ ചെയ്യുക. അതല്ല, എൻ്റെ ഡാറ്റയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോഡ് അല്ലെങ്കിൽ ഒരു സ്പേസ് മെമ്മറിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ മെസ്സേജ് അല്ലെ, ഇൻഎഫിഷ്യൻറ്റ് സ്പേസ് ടു സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതാണ് മെമ്മറി മാനേജറിൻ്റെ ഡ്യൂട്ടി. അതായത് നമുക്ക് ആവശ്യമുള്ള സ്പേസ് മെമ്മറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ ആ സ്പേസിലേക്കുള്ള ഒരു പോയിന്ററും അല്ലാന്നുണ്ടെങ്കിൽ ഒരു എറർ മെസ്സേജും ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അതാണ് മെമ്മറി മാനേജർ. ഇനി മറ്റൊരാളാണ് ഗാർബേജ് കളക്ടർ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് കളക്ട്സ് ഗാർബേജസ്. ഗാർബേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ സ്പേസുകളാണ്. എവിടെയൊക്കെയാണോ മെമ്മറിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നോഡ് ഫ്രീ ആയി കഴിഞ്ഞാൽ, ലിങ്ക്ഡ് ലിസ്റ്റിൽ സപ്പോസ് ഒരു നോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ആ നോഡ് ഫ്രീ ആയി, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഫ്രീ ആയി. അപ്പോൾ ആ ഒരു ഫ്രീ സ്പേസിനെ എന്ത് ചെയ്യണം? ഈ മെമ്മറി ബാങ്കിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ മെമ്മറി ബാങ്കിലേക്ക് ഈ ഫ്രീ സ്പേസിനെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഗാർബേജ് കളക്ടർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെമ്മറി മാനേജർ ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് തരും, ആൻഡ് ഗാർബേജ് കളക്ടർ ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ മെമ്മറി ബാങ്കിലേക്ക് ഡൊണേറ്റ് ചെയ്യും. ഇവർ 3 പേരും കൂടി ചേർന്നതാണ് ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മെമ്മറി ബാങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ സ്പേസുകളായിരിക്കും. ഫ്രീ സ്പേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ നോഡുകൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെ മെമ്മറി ബാങ്കിലാണെന്നുണ്ടെങ്കിലും ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതിലത്തെ ആ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ഫസ്റ്റ് നോഡിൻ്റെ പറയുന്ന പേരാണ് അവെയിൽ. ദാറ്റ് മീൻസ് അവൈലബിൾ. അവെയിൽ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് നോഡ് ഉണ്ടായിരിക്കും. ഈ ഫസ്റ്റ് നോഡ് എങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക? ഫസ്റ്റ് ഫ്രീ നോഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. അത് സപ്പോസ് N1 ആണെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ ഒരു 1000 എന്ന് പറയുന്ന ലൊക്കേഷനിലാവാം. ഇനി N1 പോയിന്റ്സ് ടു N2. N2 എന്ന് പറയുന്നത് ചിലപ്പോൾ 2000. ആദ്യത്തെ ഒരു സ്പേസ് ഫ്രീ ആയിട്ടുണ്ടാവുക 1000 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും. രണ്ടാമത്തെ സ്പേസ് ഫ്രീ ആയിട്ടുണ്ടാവുക ചിലപ്പോൾ 2000 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലൊക്കെ ആയിരിക്കും അല്ലെ. ഫ്രീ സ്പേസുകൾ പല സ്ഥലത്തായിട്ടായിരിക്കാം ഉണ്ടാവുക. അപ്പോൾ ആ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ പോയിന്റേഴ്സ് വെച്ചിട്ടാണ്. ഇനി N3 എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ട്. അത് ചിലപ്പോൾ 3000 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലായിരിക്കും. 4000-ലാവാം ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള N4 എന്ന് പറയുന്ന നോഡ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ഈ 4 നോഡുകളാണ് ഉള്ളത്. കാരണം ലാസ്റ്റ് നോഡ് വേറൊരു നോഡിലേക്കും പോയിന്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അവർ അവൈലബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് എൻഡ്സ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മുടെ മെമ്മറി ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ, ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സപ്പോസ് ഒരു 2 ബൈറ്റിൻ്റെ ഒരു നോഡാണ് വേണ്ടതെന്ന് വിചാരിക്കാം. ഇതിൻ്റെ സൈസ് ഒരു 1 ബൈറ്റ് ആവാം, ഇതിൻ്റെ ഒരു 4 ബൈറ്റ് ആവാം, ഇതിൻ്റെ ഒരു 2 ബൈറ്റ് ആവാം. ഓക്കെ, ഓരോ നോഡിൻ്റെയും അല്ലെങ്കിൽ സ്പേസിൻ്റെയും സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ 2 ബൈറ്റിനുള്ള ഒരു നോഡ് ഈ ബാങ്കിലുണ്ടോ
ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ഒരു പോയിന്റർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത് നമ്മുടെ മെമ്മറി മാനേജർ. നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് നടക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നോഡിനുള്ള സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഗെറ്റ് നോഡ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലാണ്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഗെറ്റ് നോഡ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൻ്റെ വർക്കിംഗ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എല്ലാ അൽഗോരിതത്തിലും ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. ഈ ഗെറ്റ് നോഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പേസ് മെമ്മറി ബാങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലേക്കുള്ളൊരു പോയിന്റർ അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എറർ മെസ്സേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുക. അത്രയാണ് ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? അവൈലിൽ നിന്ന് അല്ലേ? അവൈൽ എങ്ങോട്ടേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവാം? ഫസ്റ്റ് നോഡിലേക്ക്. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ അവൈൽ 1000ലേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 1000ൽ നോക്കുമ്പോൾ 1000ൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. 1 ബൈറ്റും ഇത് നമുക്ക് ആവശ്യമുള്ളത് 2 ബൈറ്റ് ആണ്. സോ നമ്മുടെ റിക്വയർമെന്റ് മാച്ച് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? N1 എന്ന് പറയുന്ന നോഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത് 2000ലേക്കാണ് അല്ലെ, N2ലേക്കാണ്. N2ൻ്റെ സൈസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് 4 ബൈറ്റ് ആണ്, 2 ബൈറ്റ് ആണ്. സപ്പോസ് ഇതും 1 ബൈറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാം നമ്മുടെ റിക്വയർമെന്റ് മാച്ച് ചെയ്ത് പോകുന്നില്ല. ഇനി N2 പോയിന്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? N3ലേക്കാണ്. ദാറ്റ് മീൻസ് 3000ലുള്ള ബൈറ്റിന്റെ സൈസ് 2 ബൈറ്റ് ആണ് അല്ലെ, നമ്മുടെ റിക്വയർമെന്റുമായിട്ട് എക്സാക്ട്ലി മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ നോഡ് റിട്ടേൺ ചെയ്യും ആസ് ന്യൂ നോഡ്. ഓക്കെ, ഈ നോഡിന്റെ അഡ്രസ്സ്, അതായത് 3000 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ആയിരിക്കും നമുക്ക് ഗെറ്റ് നോഡിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി ഈ ഒരു നോഡിനെ നമ്മൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു നോഡ് നോക്കൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഈ ഒരു നോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഈ ഒരു നോഡ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പക്ഷെ നോക്കൂ, ഈ N2 എന്ന് പറയുന്ന നോഡ് അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഇവിടെ വെച്ച് ബ്രേക്കായി. ഈ N4 എന്ന് പറയുന്ന നോഡ് വേറൊരു എന്താ പറയുക, ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. എന്ത് ചെയ്യണം? ഈ N3 എന്ന് പറയുന്ന നോഡ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ N2നെയും N4നെയും കണക്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് അവിടെ ബ്രേക്കായി പോകും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. N3 എന്ന് പറയുന്ന നോഡ് റിമൂവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? N2ൻ്റെ പോയിന്റർ N4ലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. N2ൻ്റെ പോയിന്റർ ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് N3ലേക്കാണ്. അത് മാറ്റി എന്ത് ചെയ്യണം? N2ൻ്റെ പോയിന്റർ ഇതുപോലെ N4ലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെ പോയിന്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കണക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇനി N3 എന്ന് പറയുന്ന നോഡ് എടുത്ത് മാറ്റിയാലും കുഴപ്പമില്ല, N2 അല്ലെങ്കിൽ അവൈൽ എന്ന് പറയുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ വഴി നമുക്ക് ആവശ്യമുള്ള സ്പേസ് മെമ്മറിയിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഗെറ്റ് നോഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയറിൻ്റെ അൽഗോരിതം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ അൽഗോരിതം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് നമുക്ക് അവൈൽ എന്ന് പറയുന്ന നോഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവൈൽ എന്ന് പറയുന്ന നോഡിന് നമ്മൾ PTR എന്ന് പറയുന്ന പോയിന്ററിലേക്ക് എടുത്തു വെച്ചു. ഓക്കെ, ഇപ്പോൾ PTRൽ എന്താ ഉണ്ടാവുക? അവൈൽ എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും PTRൽ ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? റിപ്പീറ്റ് സ്റ്റെപ്പ് 3 to 4 while size of node not equal to size of PTR and PTR link not equal to none. ഇത് നമ്മൾ ഇങ്ങനെ റീഡ് ചെയ്യാന്നറിയോ? PTR ആരോ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ PTRൽ എന്താണോ ഉള്ളത് അതിൻ്റെ ലിങ്ക് പോർഷൻ്റെ വാല്യൂ. ഓക്കെ, ഇനി PTR ആരോ ഡാറ്റ ആണെങ്കിലോ PTRൽ എന്താണോ ഉള്ളത്, PTRൽ എന്താ ഉണ്ടാവുക? ഒരു നോഡായിരിക്കും. ആ നോഡിൻ്റെ ഡാറ്റ പോർഷനിലത്തെ വാല്യൂ. അങ്ങനെയാണ് നമ്മൾ ഈ ആരോനെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? അവയിൽ എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ പോയിന്റ് ചെയ്തിരിക്കുന്ന നോഡിൻ്റെ സൈസും നമുക്ക് ആവശ്യമുള്ള നോഡിൻ്റെ സൈസും. നമുക്ക് ആവശ്യമുള്ളത് ഈ നോഡ് എന്ന് പറയുന്ന ഒരു ഈ നോഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി സ്പേസ് അതിനകത്ത് ഉണ്ടോ എന്നാണ്. ആ കണ്ടീഷനാണ് ഏറ്റവും ആദ്യം ഇവിടെ ചെക്ക് ചെയ്യുന്നത്. വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്താ? വൈൽ ലൂപ്പിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇവിടെ 3 to 4 വരെയുള്ള 3, 4 എന്ന് പറയുന്ന 2 സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
അപ്പോൾ വൈൽ ലൂപ്പിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഓപ്പറേഷൻ വെച്ചിട്ട് രണ്ട് കണ്ടീഷൻസിനെ ലിങ്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. ആൻഡ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇത് ആൻഡ് ഓപ്പറേറ്റർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ സൈസ് ഓഫ് നോഡ് നോട്ട് ഈക്വൽ ടു സൈസ് ഓഫ് പി ടി ആർ എന്ന് പറയുന്ന കണ്ടീഷനും ട്രൂ ആയിരിക്കണം. പി ടി ആർ ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുന്ന ഈ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ വൈൽ ലൂപ്പ് ട്രൂ ആയിരിക്കുള്ളൂ. അല്ല, വൈൽ ലൂപ്പിലത്തെ ഈ കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ 3ഉം 4ഉം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഈ കണ്ടീഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? സൈസ് ഓഫ് നോഡ്, ഈ നോഡാണ് നമുക്ക് ആവശ്യമുള്ളത്, ഇതാണ് നമ്മുടെ റിക്വയർമെന്റ്. നമുക്ക് ആവശ്യമുള്ളതിന്റെ സൈസ് നോട്ട് ഈക്വൽ ടു സൈസ് ഓഫ് പി ടി ആർ. ഇപ്പൊ പി ടി ആറിൽ എന്താ ഉള്ളത്? അവൈലാണ്. അതായത് അവൈലിന്റെ സൈസും നമുക്ക് ആവശ്യമുള്ള നോഡിന്റെ സൈസും നോട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, നോട്ട് ഈക്വൽ ആയിരിക്കും അല്ലെ, അവൈലിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നോട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി. ഈക്വൽ ടു അല്ല, നോട്ട് ഈക്വൽ ടു ആണ്. ഇത് രണ്ടും സെയിം അല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നെക്സ്റ്റ് നോഡിലേക്ക് മൂവ് ചെയ്യണം അല്ലെ. പക്ഷെ ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണം. പി ടി ആർ ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. ഇപ്പൊ പി ടി ആറിൽ എന്താ ഉള്ളത്? അവൈലാണ്. അവൈലിന്റെ ലിങ്ക് പോർഷൻ നള്ളിലേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത്? അല്ല, അവൈലിന്റെ ലിങ്ക് പോർഷൻ പോയിന്റ് ചെയ്തിരിക്കുന്നത് N1ലേക്കാണ്. സോ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പി ടി ആർ 1 ഈക്വൽ ടു പി ടി ആർ ആൻഡ് പി ടി ആർ ഈക്വൽ ടു പി ടി ആർ ഓഫ് ലിങ്ക്. ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾസ് എടുത്തു വെക്കുന്നു. ഒന്ന് പി ടി ആർ. പി ടി ആറിൽ ഉണ്ടായിരുന്നത് അവൈലായിരുന്നു. പി ടി ആർ 1 എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? പി ടി ആറിൽ എന്താണോ ഉണ്ടായിരുന്നത്, പി ടി ആറിൽ എന്താ ഉണ്ടായിരുന്നത്? അവൈലാണ്. അതിനെ പി ടി ആർ 1ലേക്ക് എടുത്തു വെച്ചു. ഇപ്പോൾ അവൈൽ എന്ന് പറയുന്നത് പി ടി ആർ 1 ആയി മാറി. ആൻഡ് പി ടി ആറിന്റെ ലിങ്ക് പോർഷനിൽ എന്താണോ ഉണ്ടായിരുന്നത്, പി ടി ആറിൽ എന്താ ഉണ്ടായിരുന്നത്? അവൈലാണ്. അവൈലിന്റെ ലിങ്ക് പോർഷൻ എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്തിരുന്നത്? N1ലേക്കാണ്. സോ N1 becomes the new PTR. ക്ലിയർ ആയോ? അതായത് പി ടി ആറിൽ അവൈലാണ് ഉണ്ടായിരുന്നത്, അതിനെ പി ടി ആർ 1ലേക്കും ഈ പി ടി ആറിന്റെ ലിങ്ക് പോർഷൻ എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്തിരുന്നത്, എങ്ങോട്ടേക്കായിരുന്നു? N1ലേക്കായിരുന്നു. നോ, N1 becomes the new PTR. അതായത് ഫസ്റ്റ് നോഡിന്റെ സൈസും നമുക്ക് ആവശ്യമുള്ള നോഡിന്റെ സൈസും ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ അത് ഈക്വൽ അല്ല. ആൻഡ് ഓൾസോ ദ ഫസ്റ്റ് നോഡ് ഡസ് നോട്ട് പോയിന്റ്സ് ടു നൾ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് നോഡ് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് നോഡിന്റെ സൈസും, അപ്പോൾ ഈ നെക്സ്റ്റ് നോഡ് ഇപ്പോൾ പി ടി ആർ ആയി മാറി. കണ്ടോ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തപ്പോൾ പി ടി ആറിൽ N1 വന്നു കഴിഞ്ഞു. അതായത് അടുത്ത് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത് N1 എന്ന് പറയുന്ന നോഡാണ്. ഇനി ഇതേ സെയിം കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. റിപ്പീറ്റ് 3 to 4 ആണ്. ഈ രണ്ട് കണ്ടീഷൻസും ഫോൾസ് ആവുന്നത് വരെ ഈ വൈൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ സൈസ് ഓഫ് നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് സൈസ് ഓഫ് നോഡ് നോട്ട് ഈക്വൽ ടു സൈസ് ഓഫ് പി ടി ആർ. ഇപ്പോൾ പി ടി ആറിൽ എന്താ ഉള്ളത്? N1ന്റെ സൈസും നമുക്ക് ആവശ്യമുള്ള നോഡിന്റെ സൈസും ഈക്വൽ ആണോ? അപ്പോൾ നമ്മുടെ കേസിൽ N3 ആണ് നമുക്ക് ആവശ്യമുള്ള സൈസ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ N2 ആണ് നമുക്ക് ആവശ്യമുള്ള സൈസ് എന്ന് വിചാരിക്കുക. ഓക്കെ, N2 ആണ് ആവശ്യമുള്ള സൈസ് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ N1 എന്ന് പറയുന്ന നോഡിന്റെ സൈസും നമുക്ക് ആവശ്യമുള്ള നോഡിന്റെ സൈസും മാച്ചിങ് അല്ല അല്ലെ. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആയി. ആൻഡ് ഓൾസോ പി ടി ആറിന്റെ ലിങ്ക്, പി ടി ആറിൽ ഇപ്പം എന്താ ഉള്ളത്? N1 ആണ്. N1ന്റെ ലിങ്ക് നള്ളിലേക്കല്ല പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഇറ്റ് പോയിന്റ്സ് ടു N2. സോ ഈ രണ്ട് കണ്ടീഷൻസും ട്രൂ ആയി. സോ എന്ത് ചെയ്യണം? 3ഉം 4ഉം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. 3ൽ എന്താ പറയുന്നത്? ഇപ്പൊ പി ടി ആറിൽ എന്താണോ ഉള്ളത് അത് പി ടി ആർ 1ലേക്ക് വെക്കുക. സോ നൗ പി ടി ആർ 1 ബിക്കംസ് N1. ഇനി പി ടി ആറിൽ എന്താണോ ഉള്ളത് അതിന്റെ ലിങ്ക് പോർഷനിൽ എന്താ ഉള്ളത്? പി ടി ആറിൽ N1 ആണ്. N1ന്റെ ലിങ്ക് പോർഷൻ പോയിന്റ്സ് ടു N2. നൗ പി ടി ആർ ബിക്കംസ് N2 ബിക്കംസ് ദ പി ടി ആർ. ഇനി എന്താ ചെയ്യുന്നത്? വീണ്ടും വൈൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. സൈസ് ഇപ്പോൾ N2 എന്ന് പറയുന്ന നോഡാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഇനി അഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു സൈസ് ഓഫ് നോഡ് നോട്ട് ഈക്വൽ ടു സൈസ് ഓഫ് പി ടി ആർ. ഈ കേസിൽ നമുക്കത് ഫോൾസ് ആണെന്ന് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നോഡിന്റെ സൈസ് സപ്പോസ് 2 ബൈറ്റ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് N2ന്റെ സൈസ് 2 ബൈറ്റ് ആണെന്ന് വിചാരിക്കുക. N2 ആണ് ഇപ്പോൾ പി ടി ആർ അല്ലെ. അപ്പോൾ സൈസ് ഓഫ് പി ടി ആർ 2 ബൈറ്റ് ആവും, സൈസ് ഓഫ് നോഡ് 2 ബൈറ്റ് ആവും. ഇത് നോട്ട് ഈക്വൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. സോ this condition becomes false
അല്ലേ? ഈ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കണക്ട് ചെയ്തതിൽ രണ്ട് കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഈ എൻറ്റയർ കണ്ടീഷൻ ഫോൾസ് ആയി. സോ വി ആർ മൂവിങ് ഓൺ ടു ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. അപ്പോൾ പിന്നെ 3ഉം 4ഉം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വൈൽ ലൂപ്പ് ഒന്ന് നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇനി നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും വേണമെങ്കിൽ ഫോൾസ് ആവാം അല്ലേ? ഈ വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ഫോൾസ് ആവാനായിട്ട് ഇവിടെ രണ്ട് കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് കണ്ടീഷനാണ് ഫോൾസ് ആയത് എന്ന് നമുക്ക് നോക്കണം അല്ലെ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. സൈസ് ഓഫ് നോഡ് ഈക്വൽ ടു സൈസ് ഓഫ് PTR ആണോ അല്ലെ? സൈസ് ഓഫ് നോഡ് എന്ന് പറയുന്നത് 2 byte ആണ്. സൈസ് ഓഫ് PTR അതായത് സൈസ് ഓഫ് N2 എന്ന് പറയുന്നതും 2 byte ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം നമ്മുടെ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യുന്ന ഒരു നോഡാണ് N2 എന്ന് നമുക്ക് മനസ്സിലായി. സോ ദിസ് കണ്ടീഷൻ ബിക്കംസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ PTR. ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള സ്പേസ് മെമ്മറിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മെമ്മറി സ്പേസിന്റെ അഡ്രസ്സ്, അതാണ് അതിലേക്കുള്ള ഒരു പോയിന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്, ആ PTR ആയിരിക്കും റിട്ടേൺ ചെയ്യുക. PTRൽ ഇപ്പം എന്താ ഉള്ളത്? N2, അതായത് N2ന്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇനി അതിനുശേഷം അതായത് N2 എന്ന് പറയുന്ന നോഡ് ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു നോഡ് എടുത്ത് മാറ്റുമ്പോൾ ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ബ്രേക്ക് ആവുകയാണ് അല്ലേ? അപ്പോൾ ബ്രേക്ക് ആവാതെ നമ്മൾ N2 എന്ന് പറയുന്ന നോഡ് എടുത്ത് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? N1ന്റെ പോയിന്റർ സെക്ഷൻ N2വിന് ശേഷമുള്ള നോഡിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ആ പ്രോസസ്സാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് PTRന്റെ ലിങ്ക് പോർഷനിൽ എന്താണോ ഉള്ളത്, PTRന്റെ ലിങ്ക് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? N2ന്റെ ലിങ്ക് പോർഷൻ. N2ന്റെ ലിങ്ക് പോർഷനിൽ N3 ആണ് അല്ലേ? N3 ആണ് ഉണ്ടാവുക. അതിനെ PTR1ന്റെ ലിങ്ക് പോർഷനിലേക്ക് എടുത്തു വെക്കുക. ഇപ്പോൾ PTR1 ഏതാണ്? N1 ആണ് അല്ലെ? N2വിന് തൊട്ട് മുൻപുള്ള നോഡാണ് N1. സോ N1 എന്ന് പറയുന്ന നോഡിന്റെ ലിങ്ക് പോർഷനും N3 എന്ന് പറയുന്ന നോഡും തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് ഇൻഡയറക്ട്ലി അവിടെ നമ്മൾ മേക്ക് ചെയ്യുന്നത് ഈ ഒരു കണക്ഷൻ, അതായത് N1നെ N2വിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ N2 എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് അവിടെ ബ്രേക്ക് ആവും. ഓക്കെ, സോ N1 now points to N3. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. N2 എന്ന് പറയുന്ന നോഡ് എടുത്ത് മാറ്റി, നോ പ്രോബ്ലം, അവിടെ മറ്റൊരു ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു കണ്ടീഷനാണ്. സപ്പോസ് സൈസ് ഓഫ് നോഡ് നോട്ട് ഈക്വൽ ടു സൈസ് ഓഫ് PTR, ഈ കണ്ടീഷനാണ് ഫോൾസ് ആയത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. ഇനി മറ്റൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. ചിലപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയതിനാലാവാം വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ഈ കണ്ടീഷൻ എന്താണ്? PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. അതായത് നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നു, PTRന്റെ ലിങ്ക് ഈക്വൽ ടു നള്ളാണോ? ഇപ്പോൾ PTR എന്താ ഉള്ളത്? N2 ആണ്. N2ന്റെ ലിങ്ക് എന്തായാലും നള്ളിലേക്കല്ലല്ലോ പോയിന്റ് ചെയ്തിരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നോ മെമ്മറി സ്പേസ്. അതായത് സപ്പോസ് നമ്മളിവിടെ എല്ലാ നോഡുകൾ വിസിറ്റ് ചെയ്തിട്ടും നമ്മുടെ റിക്വയർമെൻറ്റിനെ മാച്ച് ചെയ്യുന്ന ഒരു നോഡ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ നോഡിനെയും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PTR N4ലേക്കായിരിക്കും എത്തി നിൽക്കുക അല്ലേ? അങ്ങനെ N4ന്റെ ലിങ്ക് നള്ളിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ റിക്വയർമെൻറ്റ്സിന് പറ്റിയിട്ടുള്ള ഒരു മെമ്മറി സ്പേസ് അവിടെ ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നോ മെമ്മറി സ്പേസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിച്ച് നള്ളായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുക. ഇതാണ് ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ അൽഗോരിതം. അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ ഏതൊരു ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ഏതൊരു അൽഗോരിതം എടുത്ത് നോക്കിയാലും അതിൽ ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ ആയിരിക്കും ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഗെറ്റ് നോഡിൻ്റെ കോൺസെപ്റ്റും അൽഗോരിതമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അൽഗോരിതം പഠിക്കണം, അതിൻ്റെ വർക്കിങ്ങും പഠിക്കണം. ഓക്കെ, താങ്ക് യു.